ഹലോ നമസ്കാരം. ഡാറ്റാബേസ് ടെക്നോളജീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. സമ്മ്, ആവറേജ്, മിൻ, മാക്സ്, കൗണ്ട് ആൻഡ് കൗണ്ട് സ്റ്റാർ. ഇവരുടെ യൂസേജ് ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ അഗ്രിഗേറ്റ് ഫങ്ഷൻസിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, 2 ക്ലോസുകൾ, ഗ്രൂപ്പ് ബൈ ക്ലോസും ഹാവിങ് ക്ലോസും, അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എക്സാമ്പിളിലേക്ക് കിടക്കാം. നമ്മുടെ MySQLൻ്റെ കമാൻഡ് ലൈൻ പ്രോംപ്റ്റാണിത്. മൈ ഡേറ്റാബേസ് എന്ന ഡേറ്റാബേസിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു ടേബിളായിരുന്നു കസ്റ്റമർ ടേബിൾ. ഇതിൽ കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, അഡ്രസ്, പോസ്റ്റൽ കോഡ്, കൺട്രി, ഇത്രയും ഡീറ്റെയിൽസ് ഈ പറയുന്ന ടേബിളിലുണ്ട്. 3 റോയും ഉണ്ട്. 5 ആട്രിബ്യൂട്ട്, 3 റോ. അതിന് മുൻപായിട്ട് നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ് ആദ്യം കാണാൻ പോകുന്നത്. ഗ്രൂപ്പ് ബൈ ക്ലോസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന കൂടെയാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന ക്വറി ഉണ്ടല്ലോ, ഈ ക്വറിയിൽ സെലക്ട് കൗണ്ട് ഓഫ് CID, കൺട്രി ഫ്രം കസ്റ്റമർ ഗ്രൂപ്പ് ബൈ കൺട്രി. ഇവിടെ എന്താ നടക്കുക? ആദ്യം കസ്റ്റമർ ടേബിളിൽ കൺട്രിയുടെ ബേസിൽ ഗ്രൂപ്പിംഗ് നടക്കും. ഇപ്പോൾ കസ്റ്റമർ ടേബിൾ കൺട്രിയുടെ ബേസ് എന്ന് പറയുമ്പോൾ ജർമ്മനി ഒരു ഗ്രൂപ്പും മെക്സിക്കോ മറ്റൊരു ഗ്രൂപ്പുമാവും. ഇനി ഈ ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലും ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷനെ പെർഫോം ചെയ്യും. ജർമ്മനിയിൽ എത്ര CID ഉണ്ട്? ജസ്റ്റ് കൗണ്ടാണ് നോക്കുന്നത്, ഒരൊറ്റ ആളേ ഉള്ളൂ. മെക്സിക്കോയിൽ എത്ര CID ഉണ്ട്? ഓക്കെ, CID നമ്പർ 2 ആൻഡ് നമ്പർ 3 ഉണ്ട്. അപ്പോൾ 2 പേരുണ്ട്. അപ്പം കൗണ്ട് 2 ആവും. അപ്പോൾ കൗണ്ട് 1 ആൻഡ് കറസ്പോണ്ടിങ് കൺട്രി അത് ജർമ്മനിയാണ്. കൗണ്ട് 2 ആൻഡ് കറസ്പോണ്ടിങ് കൺട്രി അത് മെക്സിക്കോ ആണ്. അങ്ങനെയാണ് ഡിസ്പ്ലേ ആവുന്നത്. ഗ്രൂപ്പിംഗ് ആണ് ആദ്യമേ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മളുടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്യുക. അതും ഓരോ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലും അഗ്രിഗേറ്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കൗണ്ട്, പിന്നെ കൺട്രി. അപ്പോൾ കൺട്രിയുടെ ബേസിസിലാണ് ഈ ഗ്രൂപ്പിംഗ് നടന്നിരിക്കുന്നതും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഗ്രൂപ്പിങ്ങിൻ്റെ കൂടെ തന്നെ സപ്പോസ് നമുക്ക് ഒരു സോർട്ടിങ്ങും നടത്തണമായിരുന്നു. ഈ കിട്ടിയ റിസൾട്ടിനെ വീണ്ടും നമുക്ക് ഈ CID കൗണ്ടിൻ്റെ ബേസിസിൽ സോർട്ട് ചെയ്യണം. അതും ഡിസെൻഡിങ് ഓർഡറിൽ. സെയിം കോഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെലക്ട് കൗണ്ട് ഓഫ് CID, കൺട്രി ഫ്രം കസ്റ്റമർ ഗ്രൂപ്പ് ബൈ കൺട്രി ഓർഡർ ബൈ കൗണ്ട് ഓഫ് CID ഡിസെൻഡിങ്. ഇവിടെ ഡിസെൻഡിങ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നടക്കുന്നത് കസ്റ്റമർ ടേബിളിൽ കൺട്രിയുടെ ബേസിസിൽ ഗ്രൂപ്പിംഗ് നടക്കുന്നു. ജർമ്മനി ഒരു ഗ്രൂപ്പ് ആവുന്നു, മെക്സിക്കോ ഒരു ഗ്രൂപ്പ് ആവുന്നു. ഇനി ഓരോ ഗ്രൂപ്പിലെയും കൗണ്ട് കണ്ടുപിടിക്കുന്നു, കറസ്പോണ്ടിങ് കൺട്രിയും കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓർഡർ ബൈ ക്ലോസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓർഡറിങ്ങിൻ്റെ രീതി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ കൗണ്ടിനെ ബേസ് ചെയ്ത് തന്നെയാണ്, പക്ഷേ ഡിസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ റിസൾട്ട് വരുന്നത് നേരത്തെ കണ്ട റിസൾട്ടിങ് ടേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ആദ്യം 2 കൗണ്ടുള്ള മെക്സിക്കോ വരും, പിന്നീട് ഒറ്റ കൗണ്ടുള്ള ജർമ്മനി വരും. അപ്പം ഗ്രൂപ്പിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓർഡർ ബൈ ക്ലോസും യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് ബൈ ക്ലോസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ ഒരു ഗ്രൂപ്പിംഗ് നടത്തി അതിനുശേഷം അവിടെ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കണം. എപ്പോഴും ഗ്രൂപ്പ് ബൈ ക്ലോസ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, അതോർത്തിരിക്കുക. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിൾ നമ്മളുടെ ഡേറ്റാബേസിൽ ഓൾറെഡി ഉണ്ടായിരുന്നതായിരുന്നു. 10 റോയുള്ള ഒരു ടേബിളാണ്. ഇവിടെ ഞാനൊരു ഗ്രൂപ്പിംഗ് നടത്തുകയാണ്. ഇവിടെ സെലക്ട് റെപ്പ് ഓഫീസ്, മിൻ ഓഫ് കോട്ട, മാക്സ് ഓഫ് കോട്ട ഫ്രം സെയിൽസ് റെപ്പ് ഗ്രൂപ്പ് ബൈ റെപ്പ് ഓഫീസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സെയിൽസ് റെപ്പ് എന്ന ടേബിളിൽ ആദ്യമേ ഗ്രൂപ്പിംഗ് നടക്കുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് റെപ്പ് ഓഫീസ്. അപ്പോൾ 11, 12, 13, 21, 22 ഒബ്വിയസ്ലി നൾ വാല്യൂ ഉണ്ട്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് ബൈ ക്ലോസിൽ നൾ വാല്യൂവിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിംഗ് നടക്കുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? എന്തൊക്കെയാണോ എടുക്കേണ്ടത്, അപ്പോൾ റെപ്പ് ഓഫീസ്, ഓരോ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ റെപ്പ് ഓഫീസിൻ്റെ നമ്പർ, ആ ഗ്രൂപ്പിലെ മിനിമം ക്വോട്ട, ആ ഗ്രൂപ്പിലെ മാക്സിമം ക്വോട്ട. അപ്പം ഈ ഗ്രൂപ്പ് ബൈ നടന്നതിന് ശേഷം എത്ര ഗ്രൂപ്പ്സ് കിട്ടുന്നോ ആ ഓരോ ഗ്രൂപ്പിലും ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് മിന്നും മാക്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ ഗ്രൂപ്പിലും ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഒബ്വിയസ്ലി റെപ്പ് ഓഫീസും ക്വോട്ടയിലും നൾ വാല്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട്, നൾ വാല്യൂവിനെ ഗ്രൂപ്പ് ബൈ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും ഇതൊരു നൾ വാല്യൂ, നള്ളിൻ്റെ ഒരു റോയും കൂടെ നമുക്ക് കാണും. കാരണം നമ്മൾ റെപ്പ് ഓഫീസിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുമ്പം നൾ ഒരു ഗ്രൂപ്പായിട്ട് വരും. 11 ഒരു ഗ്രൂപ്പ്, 12 ഒരു ഗ്രൂപ്പ്, 13 ഒരു ഗ്രൂപ്പ്, 21 ഒരു ഗ്രൂപ്പ്, 22 ഒരു ഗ്രൂപ്പ്, അങ്ങനെ മൊത്തം 6 ഗ്രൂപ്പിംഗ് അവിടെ നടക്കും. നള്ളായിട്ട് വരുന്നതെല്ലാം നള്ളിൻ്റെ ഗ്രൂപ്പിലേക്ക് കയറിപ്പോകും. നൾ വാല്യൂവിൽ നമുക്ക് ക്വോട്ടയ്ക്ക് മിനിമവും മാക്സിമവും ഇല്ലാത്തത് കൊണ്ട് അതിനും കറസ്പോണ്ടിങ് ആയിട്ട് നൾ വാല്യൂസ് ആണ് വരുന്നത്. 11 എന്ന് പറയുന്ന റെപ്പ് ഓഫീസ് ഉള്ളവരിൽ മിനിമം 2,75,000 രണ്ടുപേരേ ഉള്ളൂ, മാക്സിമം 3 lakhുമാണ്. ഓക്കെ, കറക്റ്റായിട്ട് വന്നു. അതുപോലെ റെപ്പ് ഓഫീസ് 12 ആയിട്ടുള്ളവരിൽ മിനിമവും മാക്സിമവും എത്രയാണ്? റെപ്പ് ഓഫീസ് 13 ആയിട്ടുള്ളവരിൽ മിനിമവും മാക്സിമവും എത്രയാണ്? 21 ആയിട്ടുള്ളവരിൽ എത്രയാണ്? 22 ആയിട്ടുള്ളവർ എത്രയാണ്? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ബൈയുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലായി എന്ന് കരുതുകയാണ്. എങ്ങനെയാണ് ഗ്രൂപ്പ് ബൈ വർക്ക് ചെയ്യുന്നത്? ഗ്രൂപ്പ് ബൈ ഓൾവേസ് വർക്ക്സ് അലോങ് വിത്ത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആൻഡ് വി ആർ യൂസിങ് ഗ്രൂപ്പ് ബൈ ടു ഗ്രൂപ്പ് the rows based on the value of a particular attribute specified along with the group by clause. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഗ്രൂപ്പ് ബൈയുടെ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ ഒരു ഗ്രൂപ്പിംഗ് ആദ്യം നടത്തിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഇൻഡിവിജ്വൽ ആയിട്ട് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ട്. അത് മറക്കാതിരിക്കുക. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിംഗ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കോളം, ഇപ്പം ഇവിടെ നമ്മൾ റെപ്പ് ഓഫീസ് എന്ന് പറഞ്ഞൊരു കോളത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഗ്രൂപ്പിംഗ് നടത്തിയത്. ചില സമയത്ത് നമുക്ക് മറ്റൊരു കോളത്തിൻ്റെയും കൂടി ബേസിസിൽ റെപ്പ് ഓഫീസിൽ തന്നെ വീണ്ടും ഒരു ഗ്രൂപ്പിംഗ് നടത്തേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഒന്നിലധികം കോളംസിൻ്റെ ബേസിസിൽ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. അത് കോമായിട്ട് കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അടുത്ത ക്ലോസിലേക്ക് പോകാം. ഹാവിങ് ക്ലോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ സെലക്ട് റെപ്പ് ഓഫീസ്, കൗണ്ട് ഓഫ് റെപ്പ് ഓഫീസ് ഫ്രം സെയിൽസ് റെപ്പ്, ഗ്രൂപ്പ് ബൈ റെപ്പ് ഓഫീസ് ഹാവിങ് കൗണ്ട് ഓഫ് റെപ്പ് ഓഫീസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ഓക്കെ, ഈ ഒരു ക്വയറിക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ റെപ്പ് ഓഫീസ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ആദ്യമേ സെയിൽസ് റെപ്പ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ആദ്യമേ റെപ്പ് ഓഫീസിൻ്റെ ബേസിസിൽ ഒരു ഗ്രൂപ്പിംഗ് നടത്തുന്നു. ഓക്കെ, ഇവിടെ നൾ വാല്യൂ വരും, കാരണം കൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൗണ്ട്. ഓക്കെ, അവിടെ നിന്ന് റെപ്പ് ഓഫീസും കൗണ്ടും സെലക്ട് ചെയ്യുക, അതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഹാവിങ് കൊടുത്തിരിക്കുന്നത് കൗണ്ട് ഓഫ് റെപ്പ് ഓഫീസ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ റെപ്പ് ഓഫീസ് 2ൽ കൂടുതൽ റെപ്പ് ഓഫീസ് ഉള്ളവരുടെ കൗണ്ട് എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കൗണ്ട് ഉള്ള എല്ലാവരും വരട്ടെ, അപ്പം നൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വരട്ടെ എന്നുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടീഷൻ തെറ്റാണ്. ആക്ച്വലി നമ്മൾ ഹാവിങ്ങിൻ്റെ വർക്കിംഗ് അതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഹാവിങ്ങും നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് എന്ന് പറഞ്ഞ ക്ലോസ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഗ്രൂപ്പ് ബൈയുടെ കൂടെ ആയിട്ടാണ് നമ്മൾ ഹാവിങ് ക്ലോസ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹാവിങ് ക്ലോസ് ഗ്രൂപ്പ് ബൈയുടെ കൂടെ അല്ലാതെയും ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രൂപ്പ് ബൈ ആണ് ആദ്യമേ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഒരു ടേബിളിൽ ഗ്രൂപ്പ് ബൈ ക്ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ ആ ഗ്രൂപ്പിംഗ് അങ്ങോട്ട് ചെയ്യും. ഇനി ആ ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിലും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസും പെർഫോം ചെയ്യും. ഓക്കെ, ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമുക്ക് വരണം.
ആ റിസൾട്ടിനെ വെച്ചിട്ടുള്ളൊരു കണ്ടീഷനാണ് വരേണ്ടത്. അവിടെ നമുക്ക് വേർ കൊടുക്കാൻ പറ്റില്ല. വേറെന്ന് പറയുന്നത് വേർ ക്ലോസ് വേർ കണ്ടീഷൻ കൊടുക്കുന്നത് മറ്റൊരു രീതിയാണ്. അത് എക്സാക്ട്ലി ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് വേർ ക്ലോസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇവിടെ കൗണ്ട് ഓഫ് റെപ്പ് ഓഫീസ് 2ൽ മുകളിലായിരിക്കണം റെപ്പ് ഓഫീസിൻ്റെ എണ്ണം. അപ്പോൾ കൗണ്ട് എന്ന് പറഞ്ഞൊരു അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കൗണ്ട് 2ന് മുകളിലായിരിക്കണം. അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ നമുക്ക് വേർ ക്ലോസിൽ കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവിങ് എന്ന് പറഞ്ഞ ക്ലോസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വറി നമ്മൾ പരിശോധിക്കുക. സെലക്ട് റെപ്പ് ഓഫീസ് കോമ കൗണ്ട് ഓഫ് റെപ്പ് ഓഫീസ്. അപ്പം അറിയാം ഓരോ റെപ്പ് ഓഫീസും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ടും സെയിൽസ് റെപ്പിൽ നിന്ന് എടുക്കുന്നു. ഗ്രൂപ്പ് ബൈ റെപ്പ് ഓഫീസ്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിംഗ് 6 ഗ്രൂപ്പുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ ഇത് ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ, സെയിം ക്വറി ചെയ്തപ്പോൾ ഓക്കെ അവിടെ നമ്മൾ റെപ്പ് ഓഫീസിൻ്റെ ബേസിസിൽ കൗണ്ട് നമ്മൾ എടുത്തിട്ടില്ല. സ്റ്റിൽ ഓക്കെ ഉണ്ട് കൗണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഇത് മറ്റൊരു എക്സാമ്പിളാണ്. നള്ളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രീതിയിൽ വരും അവിടെ. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഹാവിങ്ങിനകത്ത് കൗണ്ട് 2ന് മേളിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇവിടെ 11 എന്ന് പറഞ്ഞ റെപ്പ് ഓഫീസ് ഉള്ളിടത്ത് 11 റെപ്പ് ഓഫീസ് 2 തവണ ഒക്കർ ചെയ്യുന്നുണ്ട് നമ്മളുടെ സെയിൽസ് റെപ്പ് ടേബിളിൽ. സെയിൽസ് റെപ്പ് ടേബിളിൻ്റെ ഒക്കറൻസ് ആണ് കൗണ്ടിനകത്ത് വരുന്നത്. 12 റെപ്പ് ഓഫീസ് 3 തവണ ഒക്കർ ചെയ്യുന്നുണ്ട്. 13 ഒരു തവണ, 21 2 തവണ, 22 ഒരു തവണ. അപ്പോൾ നമ്മളുടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഹാവിങ്ങിനകത്ത് ഈ കൗണ്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പോലും അല്ല. അപ്പോൾ ആകെ 3 മാത്രമേ ആ കണ്ടീഷനിൽ മാച്ചിങ് ആയിട്ട് വരുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്പ് ഓഫീസ് 12 ആണ്. അതാണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ഹാവിങ് ക്ലോസിൻ്റെ പ്രത്യേകത. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വേർ കൊടുത്ത് കണ്ടീഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഹാവിങ്ങും കൊടുക്കുന്നത്. നമുക്ക് ഹാവിങ് കൊടുക്കുമ്പോൾ ഈ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യപ്പെടുന്നതെന്ന് ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ക്വറി നടക്കുമ്പോൾ സെയിൽസ് റെപ്പ് എന്ന ടേബിളിൽ ആദ്യമായിട്ട് റെപ്പ് ഓഫീസിൻ്റെ ബേസിസിൽ ഒരു ഗ്രൂപ്പിംഗ് നടക്കുന്നു. ഈ ഗ്രൂപ്പിങ്ങിൽ ആ ഗ്രൂപ്പ് ചെയ്യപ്പെട്ട ഓരോ ഗ്രൂപ്പിലും നിന്നും റെപ്പ് ഓഫീസിനെയും അതിൻ്റെ കൗണ്ടിനെയും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു കണ്ടീഷൻ ഓരോ ഗ്രൂപ്പിലും ചെക്ക് ചെയ്ത് നോക്കുന്നു. അതായത് ഈ കൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ആണോന്ന് എത്ര ഗ്രൂപ്പിംഗ് നടന്നോ ഓരോ ഗ്രൂപ്പിലും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ഗ്രൂപ്പ് മാത്രമായിരിക്കും റിസൾട്ടിംഗ് ടേബിളിൽ വരിക. ഈ ഹാവിങ് ഗ്രൂപ്പ് ബൈ കൊടുക്കാതെ വേണമെങ്കിൽ ഹാവിങ് ക്ലോസ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഹോൾ ടേബിളിനെ അല്ലെങ്കിൽ ആ സെലക്ട് ക്വറിയിൽ വരുന്ന റിസൾട്ടിംഗ് ടേബിളിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ കണക്കാക്കുക. എന്നിട്ട് ആ ഒരൊറ്റ ഗ്രൂപ്പിൽ ഹാവിങ് അത് തത്വത്തിൽ വേർ ക്ലോസ് കൊടുക്കുന്നത് പോലെ തന്നെയാവും. പക്ഷെ നമുക്ക് വേറിൻ്റെ കൂടെ ഇതുപോലെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് കൊടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഹാവിങ് ഉപയോഗിക്കേണ്ടതായുള്ള ചില സാഹചര്യങ്ങൾ വരും, ഗ്രൂപ്പ് ബൈ ഉപയോഗിക്കാതെ തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നടക്കുന്നത് ഹോൾ റിസൾട്ടിംഗ് ടേബിളിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും ഈ ഹാവിങ് ക്ലോസ് കണക്കാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഗ്രൂപ്പ് ബൈ ക്ലോസിൻ്റെ യൂസേജും ഗ്രൂപ്പ് ബൈയുടെ കൂടെ ഹാവിങ് ക്ലോസിൻ്റെ യൂസേജും. അപ്പോൾ ഗ്രൂപ്പ് ബൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിൽ ഗ്രൂപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഹാവിങ് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേർ ക്ലോസ് ഉപയോഗിച്ചത് സാധ്യമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്രൂപ്പ് ബൈയും ഹാവിങ്ങും അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് അല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് നിർബന്ധമായിട്ടും അവരുടെ കൂടെ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിടെ ഈ ക്ലാസ്സും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്